ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാമിനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. അപ്പോൾ കേരള ടു തമിഴ്നാട് അനിയത്തിയുടെ വീട്ടിൽ പോവാണ്. കുറേ നാളായി, കൊറോണയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നാളായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അവൾ നിർബന്ധിച്ച് വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ വേറെ ആരുമില്ല, ഞാനും മക്കളും എൻ്റെ അനിയനും കൂടിയിട്ടാണ്. അനിയനാണ് കാർ ഓട്ടിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു വെറുതെ അല്ലേ പോകുന്നത്, സംസാരിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണിത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കേരളത്തിൽ തന്നെയാണ്, ഞങ്ങളുടെ നാട് തന്നെയാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോ കാണിക്കാം. വീഡിയോ ലോങ് ആവാതിരിക്കാൻ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കൊറോണ ആയതുകൊണ്ട് ഒരുപാട് നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ അനിയത്തി ഒരു നിർബന്ധം ഒന്ന് വന്നിട്ട് പൊയ്ക്കൂടെ, ഒരുപാട് നാളായല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അവരെയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങളോട് പോകാൻ മുമ്പേ ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് വിടില്ല എന്നൊക്കെ. അങ്ങനെ നമ്മൾ കുറേ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളൊരു മാസ്ക് പോലും ധരിക്കുന്നില്ല, അവർക്ക് നിർബന്ധമില്ല. ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കെയറിങ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. പക്ഷേ ഒരു അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പോയതാണ്. പോയപ്പോൾ അവിടെ വലിയ ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവിടെ അവർ മാസ്ക് പോലും ധരിക്കാതെയാണ് പുറത്തിറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ അവിടെയുള്ളവർക്ക് കൊണ്ടുപോയി കൊറോണ കൊടുക്കണ്ട എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇനി ചെക്കിങ്ങൊക്കെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷേ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോയിട്ട് വന്നത്. അപ്പം ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കുറച്ച് ഞങ്ങളെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്. മാർത്താണ്ഡം എന്നാണ് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് അനിയത്തിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്നിടത്ത് ഭയങ്കര കാഴ്ചകളൊന്നുമില്ല കാണിക്കാനായിട്ട്. രണ്ട് സൈഡും കുറച്ച് ഷോപ്പുകളും വീടുകളും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മൾ തമിഴ്നാട് എത്തിയതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ അത്ര വലിയ കാഴ്ചകളൊന്നുമില്ല കാണാനായിട്ട്, എന്നാലും കുറച്ചൊക്കെ എടുത്തുന്നേ ഉള്ളൂ.
ഞങ്ങൾ തമിഴ്നാട് കയറി. നമ്മൾ കേരളം കഴിഞ്ഞു, തമിഴ്നാട്ടിലോട്ട് ആ റൂട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഭയങ്കര സ്പീഡിലാണ് കാർ ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് വേറൊരു അർജൻറ്റ് കാര്യം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പോകാനാണ് നോക്കിയത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അനിയത്തിയുടെ വീടാണ് ഇവിടെ. അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തോ നിൽക്കുന്നതുണ്ടോ. അവളുടെ മോനാണ് നിൽക്കുന്നത്, അവളിപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ കാറൊന്ന് ബാക്കിലോട്ട് ഒതുക്കിയിടാനായിട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ട്. വീണ്ടും കാറ് അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിർത്താൻ പറ്റില്ല. ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ. ഇവനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ അവനെ വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. എന്താ, അപ്പോൾ ഞാനവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അവിടെ കുറേ കാടും ഇങ്ങനെ കുറേ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, അതൊക്കെ കുറച്ച് എടുത്തായിരുന്നു. ഒരു വ്ളോഗല്ലേ, അപ്പോൾ എല്ലാം എടുക്കണമല്ലോ, അങ്ങനെ എടുത്തതാണേ. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറേ കഴിഞ്ഞപ്പോൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴേക്കും നല്ല മഴ പെയ്തു. മഴ പെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. ഫോണിൽ കാണുമ്പോൾ അത്ര മഴയായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഇത് നല്ല മഴയായിരുന്നു. ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഞാനും കൂടി പോയിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ കഴിക്കാനുള്ള ടൈമായപ്പോൾ അവളെ വിളിച്ചിട്ട് കഴിക്കാൻ വേണ്ടി കയറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് പ്ലേറ്റിൽ വയ്ക്കുകയാണ് ചോറ്.
ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ വീണ്ടും മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാം കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. തുമ്പക്കുടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം പാട്ടിൻ്റെ കൂട്ടുകാരി, തിളങ്ങുമെൻ തങ്ങക്കിഴങ്ങക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം, ചിങ്കിരി മുത്തല്ലേ എന്നെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി ഇഷ്ടം കൂടാമോ, കൂടാതില്ലല്ലോ പൂക്കാലം. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയതിൻ്റെയൊക്കെ സന്തോഷത്തിലൊരു കേക്കൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തു കഴിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.